ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ മഷിയും തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം, കുരുമുളക് പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഫ്രൈ ചെയ്യാനുള്ള കൂന്തളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ സമയം കൊണ്ട് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാണ്. ഈ മീനൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നന്നായി അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. കൂന്തലിൽ നല്ലവണ്ണം വെള്ളം ഉണ്ടാകുന്നത് കൊണ്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് അതിനുള്ള മസാല കൂടെ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അധികം ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല. ഫ്രൈ ചെയ്യുന്ന മീനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വെജിറ്റബിൾസിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂണാണെങ്കിൽ 2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലപ്പൊടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ മീൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂന്തൽ മീൻ മസാലയൊക്കെ പിടിച്ച് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞ് കൂന്തൽ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്.
വീഡിയോ ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.